ഹലോ ഹായ് എവ്രി വൺ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ന്യൂജൻ എന്റർപ്രണർ ആണ് നീനു. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ്. നമസ്കാരം. ആ, എങ്ങനെ പോകുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ? നന്നായി പോണു. നന്നായിട്ട് പോകുന്നു. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണ്, അത് മൊത്തം ഫേസിൽ കാണാനുണ്ട്. കൂളായിട്ടിരുന്നാൽ മതി. ഓക്കെ. ലൈറ, അതാണ് നമ്മുടെ മെയിൻ ബിസിനസ് ബ്രാൻഡ്. അതെ. ആ ലൈറ എന്നുള്ളൊരു പേര് എങ്ങനെയായിരുന്നു വന്നേ? അതിനു മുന്നേ ലൈറ എന്താന്ന് കുറെ പേർക്ക് അറിയില്ലായിരിക്കും. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു സലൂണാണ്. അതായത് ഇപ്പം നമുക്കിപ്പം ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാൻ തന്നെ അവിടെ മാനേജ് ചെയ്ത് തനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു സ്ഥാപനം. ഒരു 750 സ്റ്റാഫിൽ നിന്ന് ഇപ്പൊ എത്ര സ്റ്റാഫിലാണ് ലൈറ നിൽക്കുന്നത്? 110 സ്റ്റാഫ്. വലിയ കാര്യമാണ്. കൺഗ്രാറ്റ്സ്. അപ്പം അങ്ങനെ 4 സ്റ്റാഫിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 750 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു 10 ഇയേഴ്സായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു 9 സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിൽ 5 എണ്ണമാണ് നമ്മുടെ ഓൺ ബ്രാഞ്ചസ് വരുന്നത്. ബാക്കിയല്ലാതെ നമ്മളുടെ ഫ്രാഞ്ചൈസീസ് ആണ് വരുന്നത്. ഇനി നമ്മളൊരു എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് 2028 അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട് ആരായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആ സമയത്ത് ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ചെറിയ എതിർപ്പായിരുന്നു. വീട്ടിലാണെങ്കിലും ഭയങ്കര ഒരു സപ്പോർട്ട് അല്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് എല്ലാവരും പിന്നീട് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ക്ലിക്ക് ആവാൻ തുടങ്ങിയപ്പോ എല്ലാവർക്കും ഭയങ്കര കാര്യമാവാൻ തുടങ്ങി? അങ്ങനെയില്ല. കാരണം ഒരു ഒറ്റയ്ക്ക് ഒരാള് ഇതിൽ ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടായിരിക്കാം. പിന്നെ ഒരു ലേഡി എന്നുള്ള രീതിയിൽ അതിന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടായിരിക്കാം ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു വേണ്ട എന്നുള്ളൊരു കാര്യം വന്നതായിരിക്കാം. ഓക്കെ. ഏറ്റവും വലിയൊരു ടാസ്ക് എന്തായിരുന്നു ഈ സലൂണായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? എനിക്ക് എല്ലാം ടാസ്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോയി. കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ലൈറ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫ്രഷറായിരുന്നു. അപ്പം എനിക്കതെല്ലാം വളരെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. പിന്നെ പതുക്കെ ഞാൻ കുറേയൊക്കെ പഠിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്റ്റാഫിൽ നിന്നൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. പിന്നീട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണതോട് കൂടിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടതും അറിയേണ്ടതുമായിട്ട് വന്നപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു വളർച്ച. എൻ്റെ ഒരു മെയിൻ എൻ്റെ വളർച്ചയിൽ വലിയൊരു ഫാക്ടർ എൻ്റെ എംപ്ലോയീസ് ഉണ്ട്. എൻ്റെ കൂടെ ഇപ്പോഴും 10 ഇയേഴ്സായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു 4-5 സ്റ്റാഫുകൾ. കൊള്ളാം. ഈ ഫ്രഷർ ആയിട്ടുള്ള ഒരാള് പഠിച്ചിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. അപ്പൊ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ചെയ്യുന്ന ആൾക്ക്. അതിന് അത്യാവശ്യം ഗഡ്സ് വേണം. അതെങ്ങനെ കിട്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സാധനം? അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 750 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാഫ്സ് തന്നെയായിരുന്നു എനിക്ക് സപ്പോർട്ട്. സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു മെയിൻ സെന്ററിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചക്കിട്ടവ മോയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ വരുന്ന കസ്റ്റമേഴ്സ് വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല സർവീസ് അറിയാവുന്ന സ്റ്റാഫ്സ് ആയതുകൊണ്ടും മാത്രം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം കുറച്ചും കൂടെ കൂടി, എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമായി. അങ്ങനെയാണ് ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ തൃശ്ശൂർ തന്നെ വേറൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ. അന്ന് ആ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ആയിരിക്കും ഒരു പക്ഷെ അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിച്ചിട്ടുണ്ടായിരിക്കാം. അതെ. ഇപ്പോഴും അവരിൽ കുറെ പേര് കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ സ്റ്റാഫും അതേപോലെ തന്നെയാണോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നതും കാര്യങ്ങളും? ഇപ്പോഴും എൻ്റെ സ്റ്റാഫുകളൊക്കെ നല്ല നല്ല ആൾക്കാർ തന്നെയാണ്. പിന്നെ സ്റ്റാഫ്സ് ഇങ്ങനെ മാറി മറിഞ്ഞു ഒക്കെ ഇരിക്കും. ഇപ്പൊ പണ്ടത്തെ മാതിരി എനിക്ക് തോന്നുന്നു അന്നത്തെ പോലെ ഒരു ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് നിന്നവരിൽ പലരും ഉണ്ട് ഇപ്പോഴും. അങ്ങനെ നമ്മൾക്ക് ഇപ്പൊ ഒരു ജോലി എന്നുള്ള ലെവലിലാണ് പലരും പല കാര്യങ്ങളും കാണുന്നത്. അതെ. അപ്പൊ പക്ഷെ അത്രയും സപ്പോർട്ട് ചെയ്ത സ്റ്റാഫ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ എന്ത് ക്വാളിറ്റിയാ നോക്കുന്നത്?
ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവായിട്ട് ഈ ഫേസ് ആയിട്ട് തന്നെ സലൂണിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനില്ല. എനിക്കതൊരു ബ്രാൻഡ് മാത്രമാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ലൈവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ പരിധികളുണ്ട്. അതായത് ഇപ്പം എന്നെ അന്വേഷിച്ചിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പം ഞാൻ ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് അവിടെ ഇല്ലാതെ ആവുന്നുണ്ട്. എനിക്കിപ്പം മോർണിംഗ് പുലർച്ചെ ഇപ്പം ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു കാലം ബ്രൈഡൽസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം നൈറ്റും നമ്മൾ പോകണം, അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗും നമ്മൾ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ബ്രാൻഡിനെ വലുതാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു എനിക്ക് പേഴ്സണൽ ലൈഫ് ഇല്ലാതെ പോണ പോലെ തോന്നി. ഓക്കെ. അന്ന് നാട്ടിൽ പലവരും നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ ഈ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നീട് ഈ ലൈറയ്ക്ക് ഇത്രയും ബ്രാൻഡായിട്ട് വന്നപ്പോൾ അവരുടെ ഒക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഇപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലൈറയിലല്ല, ഒരു ഡേ കെയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 months സ്റ്റാർട്ട് ചെയ്തു, ഞാൻ അടച്ചുപൂട്ടി. നെക്സ്റ്റ് ഒരു 6 months ഞാനൊരു എനിക്ക് ക്രാഫ്റ്റ് കുറച്ച് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എനിക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ ക്രാഫ്റ്റിൽ കുറച്ച് അവാർഡ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി പ്രൊഫഷൻ ആക്കാൻ ഒരിക്കലും നമ്മുടെ ഒരു പാഷൻ ഒരിക്കലും പ്രൊഫഷൻ ആക്കാൻ എനിക്ക് സാധിച്ചില്ല. പലരും എപ്പോഴും ചെയ്യുന്നവരുണ്ട്, പാഷനും എപ്പോഴും പ്രൊഫഷനാക്കി കൊണ്ടുവരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ എനിക്കത് പറ്റിയില്ല. എനിക്കത് അപ്പോൾ ആ പാഷനോട് എനിക്ക് മടുപ്പ് തോന്നണ പോലെ തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ അതൊരു 1 year ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതും ക്ലോസ് ചെയ്തു. 3rd ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പച്ചൻ്റെ ചേട്ടനുണ്ട്, ഇതും അടച്ചു പൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഉള്ളിലൊരു ശരിയല്ലേ, ഞാൻ ഒന്നിലും സക്സസ് ആവാതെ ഇതും അടച്ചു പൂട്ടുമോ എന്ന് ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് അത് പിടിച്ചു നിർത്തണം എന്ന് ഭയങ്കര ഒരു വാശിയും ആഗ്രഹമായി മാറി. അങ്ങനെയാണ് ലൈറയുടെ ഒരു സക്സസ് സ്റ്റോറി. ഈ ഡേ കെയറിന്റെ ഐഡിയ ഇവിടെ നിന്ന് വന്നതായിരുന്നു? അതും ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ പോയി ചാടണു. ഓക്കെ. ഇപ്പൊ ഈ സക്സസ് ആയി നിൽക്കുന്ന കാരണം ചോദിക്കുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു ഡെഡിക്കേഷൻ. നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് വേണ്ടത്. എപ്പോഴും അവെയറായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സ്റ്റാഫുകൾ നമ്മുടെ ഒരു വലിയൊരു ബാക്ക് ബോണാണ്. പിന്നെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഫ്രഷറായിട്ട് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താവും? എനിക്ക് തോന്നുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയണില്ല. ഞാനൊരു 10 years ബാക്കാണ് വരുന്നത്. ഈ കോവിഡിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള പോലെ എനിക്ക് എന്താ പറയുക, ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ മടിയന്മാരാണോ അതോ എന്താണെന്നറിയില്ല, കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ നമുക്ക് സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുമ്പോൾ വരേക്ക് ആ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് നമുക്ക്. അതായത് ലോങ് ടേം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. പക്ഷെ അതിനുശേഷം ആരും അങ്ങനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം മേ ബി അതൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ ബിസിനസ്സിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായിരിക്കും. ഓക്കെ. ഈ കോവിഡ് ടൈമിൽ ലൈറ ഓപ്പൺ ആയിരുന്നല്ലോ, മീൻസ് ലൈറ വർക്കിംഗ് പ്രോഗ്രസ് ആയിരുന്നു. ആ ടൈമിൽ എന്തായിരുന്നു ഫേസ് ചെയ്തല്ലേ? ഇത് വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ മൊത്തത്തിൽ എല്ലാവരും സ്റ്റക്കായി പോയൊരു ടൈമായിരുന്നു. അതെ, കോവിഡ് വന്നപ്പോൾ എല്ലാവരും സ്റ്റക്കായി പോയതായിരുന്നു. പക്ഷെ ഞാൻ ലൈവായിരുന്നു. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു എനിക്ക് ആ ടൈമിൽ എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റിയത്. ഞാൻ അന്നും സ്റ്റാഫുകൾക്ക് ജോബ് ഉണ്ടാവും, ആ രീതിയിൽ ഞങ്ങൾ മൂവ് ചെയ്തിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോവിഡിൻ്റെ സമയത്തും അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു അന്ന് ഒരു 100 ബ്രൈഡൽസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെ, സത്യം പറഞ്ഞാൽ അത് ഞാൻ എടുത്തിരുന്നു. അതായത് ഇപ്പോൾ പറയണത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കോവിഡിൻ്റെ ടൈമിൽ ഞാൻ ബ്രൈഡൽ വർക്കുകൾ ഞാൻ എടുത്തിരുന്നു. ഞാനും എൻ്റെ 2-3 സ്റ്റാഫുകളും കൂടെ എൻ്റെ പേഴ്സണൽ വണ്ടിയിൽ തന്നെ പോകും, എന്നിട്ട് വർക്ക് എടുക്കും. പക്ഷെ ആ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഫിക്സ് ചെയ്ത എല്ലാവരും ബന്ധുക്കളാ. ആ സമയത്ത് എല്ലാവരും ബന്ധുക്കളാന്ന് പറയും. അതായത്
ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരിക്കും, ഞങ്ങൾ റിലേറ്റീവിന്റെ മാരേജിന് പോവാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പോയി ഞാൻ മാരേജ് വർക്ക് എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പം 10 പേര് 20 പേര് വരുന്നുള്ളൂ കല്യാണത്തിന് എന്ന് വെച്ചാലും അവർക്ക് അത് അവരുടെ ഡ്രീമാണ്. അപ്പം അവർക്ക് അവിടെ നന്നായി തന്നെ ഒരുങ്ങണമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോയി വർക്ക് എടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ വിയൂര് സ്റ്റേഷൻ പരിധിയിൽ എന്നെ പലതവണ കണ്ടിട്ട് വിയൂര് എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി തന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്നും കല്യാണമാണോ എന്നാണോ? അതെ, എന്നും ബന്ധുക്കളുടെ കല്യാണമായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ആ ടൈമിലും സ്റ്റാഫ് കൂടെ നോക്കുന്നുണ്ടല്ലോ? സ്റ്റാഫ് ആ ടൈമിലും എൻ്റെ കൂടെ നിന്ന് കുറച്ച് സ്റ്റാഫുകളുണ്ട്. നമ്മളിപ്പോ ഓരോ കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോഴും പലരും പറയുന്നുണ്ട്, ഓക്കെ ഈ ബ്യൂട്ടീഷ്യൻ അതല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ ലൈഫ് സെറ്റ് ആയിരിക്കും. കാരണം എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ആരും മേക്കപ്പ് ചെയ്യാതെ അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. എല്ലാവർക്കും ബ്യൂട്ടി പാർലറിൽ പോണം, സ്വയം നമ്മൾ ഡെവലപ്പ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിനും ലൈറ അതുപോലെ ഓരോ സെലൂൺസിനും ഇപ്പോഴും ഭയങ്കര വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇപ്പോഴും ഇപ്പം +2 കഴിഞ്ഞിട്ടായാലും ചില പിള്ളേർ എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നിൽക്കാൻ ഭയങ്കര ബ്രൈറ്റ് അല്ലാത്ത സ്റ്റുഡൻസ് പ്രത്യേകിച്ചും എന്ത് ചെയ്യും, അതുപോലെ നെക്സ്റ്റ് എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന പിള്ളേർ ഒരുപാട്, ഈ ഒരു ന്യൂജൻ പിള്ളേരായാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് ഒരുപാട് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. അവർക്ക് വേണ്ട സ്കിൽ എന്തായിരിക്കും, ബേസിക്കലി എന്തായിരിക്കും വേണ്ടത്? എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം അവരെങ്ങനെ മാക്സിമം ഇപ്പോൾ ഭംഗിയാക്കാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു അതൊരു കലയും കൂടിയിട്ടാണ്. അത് അല്ലാതെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളെ എത്രത്തോളം ഭംഗിയാക്കി എടുക്കാൻ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. ഓക്കെ, നോർമൽ ഡേയ്സിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഓക്കെ. പക്ഷെ ബ്രൈഡൽ ലുക്കിലൊക്കെ വരുമ്പോൾ അത് എല്ലാ ബ്രൈഡിന്റെ ഒരു കൺസെപ്റ്റ് ആണ്, നമ്മൾ ഈ ലുക്ക് വേണം, അത്രയും ഭംഗിയായി നിൽക്കണം എന്നൊക്കെ. അപ്പൊ നമ്മളതിനെ അത്രയും വിശ്വസിച്ചാണ് ഇവർ ആ വർക്ക് തരുന്നത്. അത് അതിന് വേണ്ടിയിട്ട് ലൈറ എങ്ങനെയാ മൂവ് ഓൺ ചെയ്യുന്നത്? ഇപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാഫ്സുകളുണ്ട്, ഒരുപാട് സ്റ്റാഫ്സുകൾ ഉള്ളത് കൊണ്ട് അവരാണ് ചെയ്യുന്നത് വർക്ക്. ഇപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഫ്രണ്ടിലില്ല സത്യത്തില്. ഞാൻ ബാക്കിലാണ് ഉള്ളത്, ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ എന്താ പറയുക, ഓരോ ഇപ്പം പണ്ടത്തെ പോലെയല്ല, പിള്ളേരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അതേപോലെ എല്ലാത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പം അവർക്ക് വേണ്ടുന്ന ഐഡിയാസ് അവർ തന്നെ കൊണ്ടുവരും. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല. അപ്പം അത് എങ്ങനെ ആക്കി കൊടുക്കാൻ മാക്സിമം പറ്റും. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ട്രയൽ കൊടുക്കുന്നുണ്ട്, ബ്രൈഡലിന് ട്രയൽ കൊടുക്കുന്നുണ്ട്. അപ്പം ട്രയൽ ചെയ്തിട്ട് അവർക്ക് അന്ന് തന്നെ ഏകദേശം എന്താവും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. അത് അങ്ങനെ എല്ലാ സലൂണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എല്ലാ സലൂൺസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രയൽ കൊടുക്കും. അത് നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, ഇതുവരെ ചെയ്ത വർക്കില് ഭയങ്കരമായിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന വർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എനിക്കൊരു ഡോക്ടറുടെ വർക്ക് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറുടെ ഫാമിലിയാണ്. അപ്പം അവര് തൃശ്ശൂരുള്ളൊരു ഫാമിലിയാണ്. ഞാൻ പേരൊന്നും പറയണില്ല. അവരിങ്ങനെ എന്താ പറയാ, അവരുടെ മാരേജ് ഒരു ടീച്ചറാണ് അവരുടെ അമ്മ വരുന്നത്. അപ്പം ആ ടീച്ചർ ഭയങ്കര ഒരു ഭയങ്കര നമ്മളെ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഒരു സ്നേഹവും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നതും, നമ്മൾ ഫാമിലിയിലൊരു മെമ്പറുടെ പോലെയാണ് ആള് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത്. അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ മോളുടെ കല്യാണം വരുമ്പോഴും വിളിച്ച് അത് തരില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് പേഴ്സണലി ഓക്കെ, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു തോന്നലായിട്ട് അങ്ങനെ അവര് നമ്മളെ കെയർ ചെയ്യുന്ന രീതി. അതെ. അത് കൊള്ളാം. ഓക്കെ, ഇപ്പോൾ ഉള്ള സ്റ്റാഫിലാണെങ്കിലും സ്റ്റാഫിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണോ കൂടുതലും പോയി മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? സ്റ്റാഫ്സിന്റെ ഒരുവിധം നമ്മൾ തന്നെയായിരിക്കും. അത് അവർക്ക് അങ്ങനെ. അതെ. ഓക്കെ.
അത് സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഈ പണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെ. അപ്പൊ ഈ കൂടെ പഠിച്ച ആരെങ്കിലും വേറെ സലൂൺസ് ഒക്കെ തുടങ്ങിയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കോണ്ടാക്ട്സ് ഞാൻ സത്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോഴും. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരു കോണ്ടാക്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ഈ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, അവർക്കറിയോ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്? അറിയുമെന്ന് എനിക്കറിയില്ല സത്യത്തില്. അറിയില്ല. അപ്പൊ അവരേനൊക്കെ പോയി കണ്ട ഇപ്പൊ നൈസ് ആയിരിക്കത്തില്ലേ? ഇപ്പൊ നല്ലതായിരിക്കും. അതെ, നമ്മളെവിടെയോ എത്തി എന്നുള്ള ഒരു ഇത്. ഓക്കെ. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ അല്ല, ഇപ്പൊ ഒരു കോൺഫിഡന്റ് ആയിട്ട് ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഞാൻ സക്സസ് ആണ് എന്ന് തോന്നിയ ആ മൊമെന്റ് എപ്പോഴായിരുന്നു? അതെനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് ആയിരിക്കും. അതായത് 5 വർഷം, ആദ്യത്തെ 5 വർഷവും എനിക്ക് ഞാൻ അത്ര വലിയ ഒരു സക്സസ്ഫുൾ ഒരാളാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, ഇപ്പോഴും സ്ട്രഗിളിങ് ഉണ്ട് കേട്ടോ, സ്ട്രഗിൾ ചെയ്യണില്ല എന്നല്ല പറയണേ. ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓടുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയല്ലാതെ എനിക്കങ്ങനെ വേറൊരു ഇതും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് എനിക്ക് കാരണം ഞാൻ കോവിഡിന് ശേഷം എടുത്ത എൻ്റെ ഡിസിഷൻസ് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം കോവിഡിന് ശേഷമാണ് ഞാൻ എറണാകുളം ഒരു ബ്രാഞ്ച് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ടേക്ക് ഓവർ ആയിരുന്നു. അതായത് മുന്നേ നടത്തിയിരുന്ന ഒരു സ്ഥാപനം ഞാൻ ടേക്ക് ഓവർ ചെയ്യാണ് ചെയ്തത്. അവർ കോവിഡ് കാരണം കൊണ്ട് വിട്ടുപോയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു, അത് ഞാൻ ടേക്ക് ഓവർ ചെയ്ത് നടത്തുകയാണ് ചെയ്തത്. അപ്പം എന്നെ സംബന്ധിച്ച് അവിടെ ഇനീഷ്യൽ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിയിട്ടുള്ളത് കൊണ്ടും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലൈറ എന്ന് പറഞ്ഞൊരു സ്ഥാപനം അറിഞ്ഞു വരാനും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. എറണാകുളത്തുള്ള എൻ്റെ എൻട്രി അതുകൊണ്ട് നല്ല ഒരു എൻട്രി ആയിരുന്നു. പെർഫെക്റ്റ് ടൈമിലായിരുന്നു. എല്ലാവരും അടച്ചു പൂട്ടിയേക്കുന്ന സമയത്ത് എൻ്റെ ഒരു എൻട്രി. ഇപ്പൊ അതുപോലെ അല്ല കേട്ടോ, ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ വീണ്ടും പഴയ പോലെ കോമ്പറ്റീഷൻസ് ആയി. അതെ. ഓക്കെ. ബാക്കി സലൂൺസിൽ നിന്നും ലൈറനെ ഡിഫറെന്റ് ആക്കുന്നത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ സർവീസ് അതൊരു നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ നമ്മളെ തന്നെ തേടി വരും. അത് തന്നെയാണ് വലിയൊരു ഫാക്ട്. ഈ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ അത് തന്നെയാണ് വലിയൊരു ഫാക്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പം ഞങ്ങൾക്കൊരു ബാക്ക് ഓഫീസ് ടീം ഉള്ളത് കൊണ്ട് അവർ ഭയങ്കര ഒരു സപ്പോർട്ടീവാണ് എനിക്ക്. ഇപ്പം ഞാൻ മാത്രമായിട്ട് ഓടി നടക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല എനിക്ക്. അപ്പോൾ അവർ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക്. അപ്പം റിക്രൂട്ട്മെൻറ്റ് സൈഡാണെങ്കിലും ശരി, പർച്ചേസ് സൈഡാണെങ്കിലും ശരി, അതുപോലെ കസ്റ്റമർ കെയർ സൈഡാണെങ്കിലും ശരി, അതെല്ലാം നമ്മൾ ഒരു ബാക്ക് ഓഫീസിൽ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് അവർ വലിയൊരു സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. അപ്പം ഒരാൾ ഓടി നടന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ ആദ്യത്തെ കൺഫ്യൂഷൻ എന്ത് പേരിടും? അതായിരിക്കും. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടുണ്ടോ പേരിന് വേണ്ടിയിട്ട്? അത് ശരിയാണ്, ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്ത് പേരിടും, ഷോർട്ട് നെയിം ആയിരിക്കണം എന്ന് ഉണ്ടായിരുന്നു. ഞാനും ബ്രദറും കൂടിയാണ് ഈ ഒരു പേരിടണത്. അപ്പം വളരെ ഷോർട്ടായിരിക്കണം, ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം, പെട്ടെന്ന് തലയിലിരിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ലൈറ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ലൈറ എന്നുള്ള പേരിന്റെ കറക്റ്റ് മീനിങ് എന്തായിരിക്കും? മീനിങ് ഹെവൻസ് ബെസ്റ്റ്, അതേപോലെ തന്നെ 7th സ്റ്റാർ ഇൻ ദ സ്കൈ, ഒരു ഗ്രീക്ക് വേർഡ് മീനിങ് അങ്ങനെയുണ്ട്. ഒരു 7th സ്റ്റാർ ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞൊരു. ഇപ്പൊ നമ്മള് എന്താ പറയാ, കുറെ പേര് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും ചില കാര്യങ്ങളൊക്കെ അപ്പം അങ്ങോട്ട് കത്തിക്കയറും, വൈറലാവും. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പോലും ആൾക്കാർ അത് നോട്ട് ചെയ്യും. അതെ. അതുപോലെ ഒന്നാണ് ഗൂഗിൾ റിവ്യൂ. അപ്പൊ ഈ ലൈറ പേജിന്റെ അടിയിൽ കുറെ ഗൂഗിൾ റിവ്യൂസ് വരാറില്ലേ? അതൊക്കെ ചെക്ക് ചെയ്യാറും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ട്, ഞാൻ എല്ലാതും ചെക്ക് ചെയ്യാറുണ്ട്. അതിന് ഇപ്പം നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും റിപ്ലേസും ഇടാറുണ്ട്. അത് കൊള്ളാം, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോ ഈ എനിക്ക് തോന്നുന്നു കറന്റ്ലി ഒരു 1 year ആയിട്ട് ഞാൻ കുറച്ച് ബാക്ക് ആയിരുന്നു ഈ ഒരു പ്രോസസ്സിൽ. ഞാൻ കുറച്ച് ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും പഴയ രീതിയിൽ തന്നെ ഞാൻ എല്ലാ റിവ്യൂ ഒരെണ്ണം നെഗറ്റീവ് കയറിയാൽ പോസിറ്റീവ് ഉണ്ടെങ്കിലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അതിന് പിള്ളേർ തന്നെ റിപ്ലൈ വിടും. താങ്ക് യു എന്ന് മാത്രമുള്ള ഒരു പോസിറ്റീവ് റിപ്ലൈ മതിയല്ലോ. പക്ഷെ നെഗറ്റീവിന് നമ്മൾ അത് എന്താന്ന് അറിയണമല്ലോ. ഒന്നെങ്കിൽ
മാക്സിമം നമ്മൾ നെഗറ്റീവ് റിവ്യൂ ഉള്ള കസ്റ്റമേഴ്സിനെ ഇടുന്ന കസ്റ്റമേഴ്സിനെ തിരിച്ചു വിളിക്കാറുണ്ട്, കോൺടാക്ട് ചെയ്യുക ചെയ്യും. ഈ നെഗറ്റീവ് റിവ്യൂ വരുമ്പോ കോണ്ടാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം കണ്ടെത്തുന്നു. അതെ അതെ, ടൈം കാണാറുണ്ട്. നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും ആദ്യം ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം എടുത്ത് നോക്കുന്നത് ഗൂഗിൾ റിവ്യൂ ആയിരിക്കും. അതെ അതെ അതെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇനി അടുത്ത പ്രൊജക്ട് എന്താണ്? ഇനി ഞങ്ങളുടെ ഒരു കൊല്ലം പ്രൊജക്ട് വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്. എല്ലാ ജില്ലയിലും ലൈറ എന്നുള്ള അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യം ഓൾ ഓവർ കേരള, ദെൻ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെയാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു മിഷനും വിഷനും ഉണ്ട്. അപ്പം ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്കത്. ഈ അന്ന് സ്റ്റാർട്ട് ചെയ്ത് നിന്നായിരുന്നല്ലോ, ഒന്നും അറിയാതെ ഫ്രഷർ ആയിട്ട് കയറി നിന്ന ടൈമില് ജസ്റ്റ് സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇത് ക്ലിക്ക് ആവും? സത്യം പറഞ്ഞ ആദ്യം എൻ്റെ സ്വപ്നമാകെ എന്താന്ന് പറയാ, ഒരു 10 lakhs എനിക്ക് ടേൺ ഓവർ, അതായത് പ്രോഫിറ്റ് അല്ല കേട്ടോ പറയുന്നത്, ടേൺ ഓവർ ഉണ്ടാവണം, ടേൺ ഓവർ മാത്രം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതെന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായേനെ, അങ്ങനെ ഭയങ്കര ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു മാസം കിട്ടുക, സുഖമായില്ലേ, പിന്നെ ലൈഫ് സെറ്റിൽ ആണ് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മള് വലുതാവും തോറും നമ്മുടെ എക്സ്പെൻസസ് കൂടും. അതായത് സ്റ്റാഫുകളുടെ എണ്ണം കൂടണം, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ പല പല എക്സ്പെൻസസ് വരും, റിഫ്രഷ്മെന്റ് വരും, റെന്റ് വരും, അങ്ങനെ പല എക്സ്പെൻസസ് വരും. ആൾക്കാർ ഇതൊന്നും അറിയണില്ല. അതുപോലെ തന്നെ ഞാനും അന്ന് ഇതൊന്നും നോക്കിയിരുന്നില്ല. 10 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സെറ്റിൽ ആയെന്നായിരുന്നു. 10 വന്നു, നമുക്ക് കയറി വന്നു. എന്നിട്ടും എന്താ പറയാ, നമുക്ക് ആവശ്യത്തിന് ഒരു ബിസിനസ്സിലേക്ക് ഇനിയും ആവശ്യമാന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരുപാട്. അതെ, റീഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അതെ. ഓക്കെ, ഈ ബിസിനസ് ഇപ്പൊ മെയിൻ ആയിട്ട് പിടിച്ച് നിൽക്കുന്നത് എന്തിന്റെ ബലത്തിലായിരിക്കും? എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മളുടെ സർവീസ് തന്നെയാണ്. രണ്ടാമത് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്ക് എൻഡിലുള്ള സ്റ്റാഫ്സുകൾക്ക് വലിയൊരു റോൾ ഉണ്ട്. അവരടിപൊളിയാണ്. അത് കാരണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഞാനില്ലാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും അത് ഫില്ല് ചെയ്യുന്നത് അവരാണ്. ഇപ്പൊ ഏതൊക്കെ സലൂണിൽ പോകും, അതായത് വേറെ സ്ഥലത്തും ഉണ്ടല്ലോ, അവിടെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കാൻ നോക്കാറുണ്ടോ? ഞാൻ എൻ്റെ ഫേസ് ഇപ്പൊ ഇല്ല അധികം. അതായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എക്സ്പാൻഷനിലോട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 2 years എന്നല്ല, എനിക്കത് ഒരു മാക്സിമം പോയി ഒരു 1 yearന്റെ ഉള്ളിൽ ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു സ്വപ്നം എൻ്റെ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലേക്ക് അധികം വരാൻ എനിക്ക് പറ്റുന്നില്ല. ബാക്ക് എൻഡിൽ തന്നെയായിരിക്കും ഞാൻ കൂടുതൽ ഉണ്ടാവാറുള്ളത്. എന്നാലും ബ്രാഞ്ച് വിസിറ്റ് ഇടയ്ക്ക് ചെയ്യും ഞാൻ. ഇടയ്ക്ക് ചെയ്യും. ഓക്കെ, ഈ ക്ലിനിക്ക് എല്ലാം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്, അതാണ് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലിനിക്ക് എന്നുള്ളതും പെട്ടെന്ന് എടുത്തൊരു തീരുമാനം അല്ലല്ല. ക്ലിനിക്ക് സത്യം പറഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ട്. ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, ലേഡീസിനെ സംബന്ധിച്ചായാലും ജെന്റ്സിനെ സംബന്ധിച്ചായാലും ഏറ്റവും അത്യാവശ്യമുള്ള 2 ഫാക്റ്റുകളാണ്. ഒന്ന് സ്കിന്നും ഹെയറും. ഇത് രണ്ടും വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആ ഒരു ഇംപ്രഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതിലാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. റെഡിയാണ്. അതെ, അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടമാണ് മൊത്തത്തില് ഒരാളെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അവരുടെ ആ ലുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കതൊരു പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് വലിയൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണത്. ഓക്കെ, അപ്പൊ ക്ലിനിക് ഐഡി കുറെ നാളായി വന്നിട്ട്? കുറെ കാലമായിട്ടുണ്ട്. വേറെ പ്ലാൻ എന്താ? ഈ ലൈറ ക്ലിനിക് അതല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ്സിലോട്ട്? ഇല്ല, ഇപ്പൊ നമ്മൾ കറന്റ്ലി ആ ഒരു കോൺസെപ്റ്റ് തന്നെയേ ഉള്ളൂ. ക്ലിനിക്കും പ്രോഡക്ട്സും, ലൈറയുടെ പ്രോഡക്ട്സ് ഇറക്കണം. അതുപോലെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്തായിരിക്കും? വെറുതെ ഇരിക്കണം. റിട്ടയർമെന്റ് ലൈഫ്. ഇത്ര പെട്ടെന്ന് സെറ്റിൽ ആയിട്ട് റിട്ടയർമെന്റ് ലൈഫ് ആണോ ആഗ്രഹിക്കുന്നത്? നമുക്കൊരു എനിക്ക് തോന്നുന്നു ഞാൻ അച്ചീവ് ചെയ്യാനുള്ളതൊക്കെ കുറെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോ ഓക്കെ ഇതിപ്പോ എന്റെ കൈ കിട്ടി എന്നുള്ളൊരു അത് മൈൻഡ് വരുന്നുണ്ടോ? അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് എന്താ പറയാ, ഒരു പരിധി വരെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക്
ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എന്റെ കയ്യിലത്തെ പൈസ കൊടുത്ത് മേടിച്ച ഒരു വണ്ടി മേടിച്ചപ്പോഴാണ്. ഓ, ഏതായിരുന്നു ആ വണ്ടി? ഹോണ്ട സിറ്റി ആയിരുന്നു. ഓക്കെ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ പിന്നീടുള്ള വണ്ടികൾ മേടിക്കുമ്പോഴൊന്നും എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് അച്ചീവ്മെന്റ് തന്നെയായിരിക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ആ യൂസ് ടു ആയ പോലെ ഒരു അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സന്തോഷമാണ് നമുക്കിപ്പോ ഇപ്പം ഇങ്ങനെ പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക്, കാര്യം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അധ്വാനിച്ചിട്ടാണെങ്കിലും എന്നാലും നമുക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ അതെ. ഫാമിലിയിലായാലും ആരെങ്കിലും സലൂൺസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടോ? അതോ ഫാമിലി സത്യം പറഞ്ഞാൽ ആരുമില്ല? അപ്പച്ചൻ ബിസിനസ് ആണ്. ഓ, അപ്പൊ ബിസിനസ് മൈൻഡ് ഉള്ള കുടുംബമാണ്. ബ്ലഡിലുണ്ട്. വേറെ ആരും സലൂൺ ആയിട്ടില്ല? ഇല്ല, സലൂൺ ആയിട്ട് ആരും ഇല്ല. ഓക്കെ. അപ്പൊ ഓൾറെഡി അപ്പച്ചൻ ഇങ്ങനെ ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് ഈ സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് വന്നൊരു റിപ്ലൈസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു. കണ്ണും പൂട്ടി നോ പറഞ്ഞു. കണ്ണും പൂട്ടി നോ പറഞ്ഞു. കാരണം ഭയങ്കര ഒരു ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവർക്കും പെൺപിള്ളേരെന്ന് പറയുമ്പോ അതൊരു വലിയൊരു കൺസേൺ തന്നെയാണ്. ഒരു പെൺകുട്ടി ഇന്നത് ചെയ്യാ. ആ നാട്ടില്, എനിക്ക് ആ നാട് അറിയില്ല, കുറച്ച് ട്രഡീഷണൽ ഏരിയ ആണെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഗേൾസിനെ പിടിച്ചു വെക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. ഭയങ്കര, ഞങ്ങളുടെ ഒരു ചെറിയൊരു വില്ലേജാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി പണ്ടും കുറച്ച് മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാനാണ് കുറെ സ്റ്റൈലുകളൊക്കെ ആദ്യം കൊണ്ടുവരാം. കുറെ അന്നെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോവാ അല്ലെങ്കിൽ ഒരു സലൂണിൽ പോവാ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് എന്താ പറയാ കോപ്പി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞില്ലേ സ്റ്റൈൽസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ തന്നെ ആൾക്കാർക്ക് ഉണ്ടാവും ഇവളാരെ ബ്യൂട്ടീഷ്യൻ അന്നാ ടൈം യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ പറയായിരിക്കില്ലേ? അത് അറിയില്ല. എന്റെ മുന്നിൽ വന്ന് ആരും അങ്ങനെ ബ്രദർ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര സപ്പോർട്ടീവാണ്. ഭയങ്കര ഒരു എന്റെ കൂടെ എപ്പോഴും നിന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ അപ്പച്ചനെ എങ്ങനെ കൺവിൻസ് ചെയ്യിച്ചേ? അപ്പച്ചനെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വന്നില്ല എനിക്ക് കൺവേ ചെയ്യാനായിട്ട്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എന്നാൽ പോലും അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബിസിനസിന്റെ ടൈം വന്നപ്പോ അവിടെ നീ പെണ്ണല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. അതായത് ബിസിനസ് ചെയ്യാൻ പോകുമ്പോ നീ ഒരു ലേഡി അല്ലേ, നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പറ്റുമോ എന്നുള്ളൊരു ഇത് ആരുടെ ഭാഗത്തുനിന്നായിരുന്നു? റിലേറ്റീവ്സ്? ഫാമിലിയിലും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഞാൻ എന്താ പറയാ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്റെ സ്ഥാനത്ത് ചിലപ്പോ ഒരു ആണായിരുന്നു ചെങ്കിൽ വരയ്ക്ക് ചില സിറ്റുവേഷൻസിൽ വല്ല സൂയിസൈഡ് തന്നെ തോന്നിയിട്ടുണ്ട്. അത്രയും പൊട്ട സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഇറക്കും ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര മോശം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അത് അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും ഡാർക്ക് സിറ്റുവേഷൻ എന്തായിരുന്നു? ഡാർക്ക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോ ഇപ്പം ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥാപനം തുടങ്ങി 750 സ്ക്വയർ ഫീറ്റിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ, അത്യാവശ്യം 3-4 സ്റ്റാഫ്, എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഞാൻ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 സ്ക്വയർ ഫീറ്റിലാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സ്റ്റാഫുകളുണ്ട്. പിന്നെ അതിന്റെ റെന്റ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ്. എന്റെ കയ്യിലുണ്ടായിരുന്ന ലിക്വിഡ് ഫണ്ട് മുഴുവൻ തീർന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് പഠിക്കുന്നത് അങ്ങനെയാ. പിന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് എന്താ പറയാ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സംഭവം നമുക്ക് സ്റ്റാഫ്സ് ഉണ്ടെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫാമിലിയും അവർക്കും പല പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അവരും പല കാരണവശാല് ചിലപ്പം നമ്മളെക്കാളും കൂടുതൽ സാലറി തരുന്ന വല്ലവരുണ്ടാവും, അല്ലെങ്കിൽ ഇൻസെന്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കും, ഫാമിലി റീസൺസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് റീസൺസിന്റെ പുറത്ത് അവർക്കും നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാനൊന്നും പറ്റാത്ത പല സിറ്റുവേഷൻസ് ഉണ്ടാവാം.
അപ്പം ആ സിറ്റുവേഷൻസിൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും കൂടി ഈ വർക്ക് പഠിച്ചിരിക്കണം. വേറെ വർക്കുകൾ അല്ലെങ്കിലും ബ്രൈഡൽ വർക്കും അതുപോലെ തന്നെ അങ്ങനെയാണ് ഞാൻ ശരിക്കും കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് എനിക്ക് കസ്റ്റമർ കോണ്ടാക്ട്സും ഞാൻ തന്നെ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ചെയ്തു പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഓണർ എന്നുള്ള ഒരു ലെവലിൽ നിൽക്കാതെ ക്ലയൻസിന് ഞാൻ ആരോടും പറയാറില്ല. ഞാൻ എന്റെ ബ്രാഞ്ചിലോട്ട് വരുമ്പോ ഞാൻ ഓണർ ആണെന്ന് ആരോടും ഞാൻ അങ്ങനെ പറയാറില്ല. പിള്ളേര് നിൽക്കുമ്പോ ആ പിള്ളേരുടെ കൂട്ടത്തില് ഞാനിങ്ങനെ നിന്ന് പോകുമ്പോ അവരുടെ വിചാരം ഞാൻ അവിടെ എന്തെങ്കിലും ഒരു മാനേജറോ മാനേജ് ചെയ്ത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് എന്നെ കാണാറുള്ളത്. അപ്പം എന്തെങ്കിലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് വണ്ടർ ആയിട്ടുണ്ടോ, ഞാൻ ഇതിന്റെ ഓണർ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കാരണം എന്നേക്കാളും മെച്യൂർഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ മെച്യൂർഡ്, കാണാൻ സ്റ്റൈലിഷ് തന്നെയാണ്. അപ്പം അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോ കാണുമ്പോഴും ഇപ്പഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ മണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് കാണുമ്പോ ഞാൻ ഭയങ്കര ചെറുതായിരുന്നു. അപ്പൊ ചെറുതാവുമ്പോ ആൾക്കാരുടെ വിചാരം ഞാൻ ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അത് അതിന്റെ മാനേജറോ അല്ലെങ്കിൽ അങ്ങനെ വല്ലവരോ ആയിരിക്കുന്നതാണ് വിചാരം ഉണ്ടാവാറുള്ളത്. അപ്പം എനിക്ക് പലപ്പോഴും അങ്ങനെ ഓണർ വണ്ടർ അടിച്ചിട്ട് ഇത്രയും ചെറുപ്പത്തിലോ അത് കേൾക്കുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഭയങ്കര സന്തോഷം തോന്നും. ഇനി മുന്നോട്ട് പോവാൻ തോന്നും. പിന്നെ ഭയങ്കര നമ്മുടെ ലൈഫില് കുറെ മുന്നിലേക്ക് പോവാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമായിരുന്നു അത്. ഭയങ്കര കസ്റ്റമേഴ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്? അതെ, ഉറപ്പായും. അതെ, നമ്മൾ പലപ്പോഴും ഈ ഗേൾസിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് അമ്മയായിരിക്കും. അതെ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അമ്മ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ സെൽഫായിട്ട് ഏൺ ചെയ്യണ ഒരു മണി ഉണ്ടെന്ന് പറയണത് ഒരു വലിയൊരു കാര്യമാന്ന് പറയും. അതെപ്പോഴും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും അമ്മ പറയും. ചിലപ്പോ ഞാൻ പറയോ എല്ലാം നിർത്തി സുഖമായി ഒരു റിട്ടയർമെന്റ് ലൈഫ്, നല്ല സുഖം, അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോ പറയാറുണ്ട്. അപ്പൊ അമ്മ പറയും, എപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ. കാരണം അമ്മ എനിക്ക് തോന്നുന്നു ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. മേ ബി ചിലപ്പോ അപ്പച്ചൻ എല്ലാ കാര്യങ്ങൾക്കും ഫിനാൻഷ്യലി സപ്പോർട്ടുണ്ട്, എല്ലാത്തിനും ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ. ചിലപ്പോ എനിക്കിഷ്ടമുള്ള ഒരു സാധനം കാണുമ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റും. അതിപ്പോ ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എനിക്ക്. പക്ഷെ ചിലപ്പോ അമ്മയ്ക്ക് അത് പലപ്പോഴും മിസ്സായിട്ടുണ്ടാവാം. മേ ബി അമ്മ ഒരു ടീച്ചറായിരുന്നു, ശരിക്കും അറബി ടീച്ചറായിരുന്നു. പക്ഷെ ആൾക്കത് ആ ജോലി കിട്ടിയിട്ടും ജോലിക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ ഒരു വില്ലേജാണ്, ചെറിയൊരു സ്ഥലമാണ്. അപ്പം ഓർത്തഡോക്സ് ഒരു ഏരിയ ആണ്. അപ്പൊ അവിടുന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഫാമിലിയിൽ നിന്ന് ഒരു ലേഡി പോയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എനിക്കിപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് അതൊരു ഭയങ്കര ഒരു മനസ്സിൽ കിടക്കുന്ന ഒരു വിഷമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അമ്മ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെ പറയാറുള്ളത്. ഫസ്റ്റ് ഡേ സലൂൺ ഓപ്പൺ ആയ ടൈമിലൊക്കെ അങ്ങോട്ട് വരും. പിന്നെ അമ്മ ഭയങ്കര അതൊക്കെ ഭയങ്കര സപ്പോർട്ടും. നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷെ അമ്മ അങ്ങനെ കുറച്ച് സൈലന്റ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ബ്രദറിന് അമ്മയുടെ ക്യാരക്ടറും അപ്പച്ചന്റെ ക്യാരക്ടർ ആയിരിക്കും അങ്ങനെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത്രയും തിരക്കായി അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചിലപ്പോ ഫോൺ എനിക്കറിയില്ല സത്യത്തിൽ അത്. കാരണം ചിലപ്പോ ഫോൺ വിളിക്കുമ്പോ പറയും, ഇനിയിപ്പോ നീ തിരക്കിലാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിളിക്കാത്ത. അപ്പൊ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ലൈറയുടെ മൊത്തത്തിലുള്ള വിശേഷം അതാണ്. ഇനി ഒരു ക്ലിനിക് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത ഡ്രീം. അപ്പൊ സഹായിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലിനിക്ക് ചെയ്തിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, അതെന്തായാലും സക്സസ് ആവും. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. ക്ലിനിക്ക് എന്തായാലും സക്സസ് ആവട്ടെ. ലൈറ ഇതേപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.